ഇതിനൊക്കെ മുകളിൽ ഒരാളുണ്ട്, ദൈവം. ഇതാരാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ ജാസ്മിൻ ചേച്ചി. ആരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയോ? അതാണ് രസം. അതായത് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ അടുത്ത എപ്പിസോഡുകളിലായിട്ട് അവർ പല മെൻ്റലി ഒരുപാട് ശരിയില്ല, സങ്കടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്വിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും ആര് വിശ്വസിച്ചിട്ടില്ല? നമ്മുടെ സിബിൻ ചേട്ടൻ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? ഇവരെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിരന്തരം ഊക്കിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജാസ്മിൻ ചേച്ചി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ അതിലും വലിയൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സിബിൻ ചേട്ടൻ നിസ്സാരമായിട്ട് എന്ത് ചെയ്യാണ്? കൈകാര്യം ചെയ്യാണ്. നമുക്കറിയാം ജാസ്മിൻ ചേച്ചിയും അതേപോലെ തന്നെ ഗബ്രി ചേട്ടനും വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പ്ലെയേഴ്സാണ്. അവർ അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്ക് പറഞ്ഞു നിൽക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഈ വൈൽഡ് കാർഡ് വരുന്നത് വരെ അവരിങ്ങനെ ഡൊമൈനായിട്ട് അവരിങ്ങനെ പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന ശബ്ദത്തിലായതുകൊണ്ട് തന്നെ അവർ പറയുന്നതാണ് പ്രേക്ഷകർ കൂടുതലും കേൾക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിബിൻ ചേട്ടൻ വന്നതോട് കൂടിയിട്ട് പുള്ളിക്കാരൻ അവരെ നൈസായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ പ്രോമോയിലെ എപ്പിസോഡ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോമോയിൽ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? സിബിൻ ചേട്ടൻ ഇപ്പം വലിയൊരു ഗ്രൂപ്പിനെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ജാസ്മിൻ ചേച്ചി എന്തോ ഒരു പ്രശ്നമായിട്ട് അവിടെ ചെല്ലുമ്പോൾ സിബിൻ ചേട്ടൻ അതിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവഗണിക്കൽ. വെറുതെ, അതായത് എന്താ പറയുക, ജാസ്മിൻ ചേച്ചി എങ്ങനെ അവഗണിക്കുമോനോ അതുപോലെ അവഗണിച്ച് വെച്ചിട്ടുണ്ട്. ജാസ്മിൻ ചേച്ചിയെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഗബ്രി ചേട്ടൻ്റെ തലമണ്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ സിബിൻ ചേട്ടൻ തന്നെ ഒരു നാടകം അങ്ങോട്ട് ഇറക്കി. അതായത് ഗബ്രി ചേട്ടൻ അവിടെ നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ സിബിൻ ചേട്ടൻ അനുകരിച്ചുകൊണ്ട് ഹൂക്ക് എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ലെവൽ ഹൂക്കാണ്. എപ്പിസോഡ് കണ്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തുതന്നെയാലും അവസാനം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിരിച്ചുപോയി കേട്ടോ. അത് കണ്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ചിരിച്ചുപോയി. എന്തായാലും കൊള്ളാം.